നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ഹല്ലേലൂയ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അപ്പം മരണം എന്നുള്ളത് ആണ് നമ്മുടെ ചിന്തിക്കുന്ന വിഷയം. ഈ മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്തോത്രം. ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണം എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവുമല്ല. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നതാണ്. സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന മരണം. ഹല്ലേലൂയ. അതും മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞ മരണമെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. മരണമെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. മരണമെന്ന് കേട്ട് കഴിഞ്ഞാൽ പലരും മോഹാലസ്യപ്പെട്ട് വീഴും. ഹല്ലേലൂയ. അത്രമാത്രം മരണത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ദൈവത്തിന് വചനം ചെറിയവനായാലും വലിയവനായാലും ഒരു വ്യത്യാസവുമില്ലാതെ സകല മനുഷ്യരും ഹല്ലേലൂയ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ വസിക്കുന്നവർക്ക് മരണമുണ്ട്. മരണത്തെ നാം അഭിമുഖീകരിച്ചേ മതിയാവുള്ളൂ. ഇവിടെ മനുഷ്യൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് നാം അതുവരെ ഇവിടെ ജീവിച്ചിട്ട് ദൈവം തൻ്റെ സമയമാകുമ്പോൾ ഒരു മനുഷ്യനെ വിളിച്ച് ഈ ലോകത്ത് നിന്ന് വേർതിരിക്കും. മരണത്തിലൂടെ നാം അതുവരെ ദൈവത്തിന് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാൻ കഴിയണം. അപ്പം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. അവയെല്ലാം തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ മേൽ കൃപ പകരുന്നത്. അവയെല്ലാം തരണം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് അഭിഷേകത്തെ പകരുന്നത്. ഹല്ലേലൂയ. അതൊരു ഭക്തൻ്റെ ജീവിതത്തിലാണ് അത് ലഭ്യമാകുന്നത്. എല്ലാവർക്കും മരണത്തെ അഭിമുഖീകരിക്കുവാൻ പറ്റത്തില്ല. എല്ലാവർക്കും മരണത്തെ അതിജീവിക്കാൻ കഴിയത്തില്ല. ഒരു നിസ്സാര കാരണങ്ങൾക്ക് പോലും മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കാണാം. കുടുംബ വഴക്കുണ്ടാകുമ്പോൾ, മാനസികമായി ചിലർ തളരുമ്പോൾ, ചില രോഗങ്ങൾക്ക് അടിമകളായി മാറുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബ തകർച്ച വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ പലരും എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. ഹല്ലേലൂയ. പലരും ഒന്നുകിൽ വെള്ളത്തിൽ ചാടി മരിക്കുക, അല്ലെങ്കിൽ കയറെ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഒഴിച്ച് സ്വയം കത്തി മരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വല്ല മരുന്നുകളൊക്കെ കഴിച്ച് സ്വയം ജീവൻ ഒടുക്കുക. അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഒടുക്കിക്കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ദുർമരണങ്ങളാണ്. അങ്ങനെയുള്ള ദുർമരണങ്ങൾ ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും ആ മനുഷ്യൻ്റെ അവിടുന്ന് ആ മരണത്തിൽ നിന്ന് ആ മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാനൊട്ട് കഴിയുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. മരണം ഒന്നിൻ്റെ പരിഹാരമല്ലെന്ന് ഓർത്തണം. സ്വയം മരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പക തീർക്കുവാൻ, മറ്റുള്ളവരുടെ പ്രതികാരം തീർക്കുവാൻ വേണ്ടി നാം സ്വയം ആത്മഹത്യ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രമാത്രം ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നഷ്ടമാണ്. നിങ്ങൾ മരിച്ചതുകൊണ്ട് മറ്റാർക്കും ഒരു പ്രയോജനവുമില്ല. ചില ദിവസങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ കരയും. ചില ദിവസം നിങ്ങളുടെ കുടുംബക്കാർക്ക് മാനസികമായ സംഘർഷം ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ കുറച്ച് നാൾ കേസുകൾ നടത്തും. ഒരുപക്ഷെ അതിൻ്റെ ഉത്തരവാദികളായ കുറച്ച് നാൾ ജയിലിൽ കിടക്കും. അല്ലാതെ അതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളായിട്ട് തകർത്ത് കളയാൻ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അടുത്തുള്ള നിയമപാലകരെ നിങ്ങൾ സമീപിക്കണം. നിയമപാലകരെ സമീപിച്ചാൽ അവർ ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം കണ്ടെത്തി തരും. അല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ചില കൗൺസിലർമാരെയും സന്ദർശിക്കാൻ കഴിയും. അങ്ങനെ ചില കൗൺസിലർമാരിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും.
അങ്ങനെ നിങ്ങൾ ആ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പണിതെടുക്കണം. നിങ്ങളുടെ മരണം കൊണ്ട് മറ്റാർക്കും ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്നു. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്പകാലത്തെ പേരുദോഷം ഉണ്ടായിരിക്കും. അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതും തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. ഹല്ലേലൂയ. മരണം ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ചിന്തിച്ച് പലരും തങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയുമ്പോൾ മരണാന്തരം നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിൽ യാതന അനുഭവിക്കുകയാണ്. നിത്യമായ നരകത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ അവിടെ കിടന്ന് കണ്ണുനീരും ദുഃഖവും മുറവിളിയും വിടുകയാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും തകർത്ത് കളയരുത്. മറ്റൊരാളുള്ള പക തീർക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. അത് വേദപുസ്തകം ശക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവനെ എടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അല്ല, നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവന് വിലപേശി നിങ്ങളുടെ ജീവനെ അപഹരിച്ചെടുക്കുന്നത് പിശാചാണ്. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ സ്വയം ഒടുക്കിക്കളയുമ്പോൾ നിങ്ങളുടെ മരണത്തിന് വില പറഞ്ഞ് നിങ്ങളെ തകർത്ത് കളയുന്നത് പിശാചിൻ്റെ ആലോചനയാണ്. നിങ്ങൾ സ്വയം മരിക്കുന്നത് സാത്താൻ തരുന്ന ആലോചനയാണ്. ഒരിക്കലും അത് ദൈവാലോചനയല്ല. പ്രേക്ഷകരോട് അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭാരപ്പെട്ടു പോകുന്ന വ്യക്തിയാണെങ്കിൽ, തകർന്നിരിക്കുന്ന അനുഭവമാണെങ്കിൽ, ജീവിതം ഒടുക്കിക്കളയാൻ വേണ്ടി നിങ്ങൾ ഒരു കുപ്പി വിഷമായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അതിനെടുത്ത് ദൂരെ കളയണം. നിങ്ങളതിന് വലിച്ചെറിയണം. നിങ്ങൾ മാതൃകയുള്ളൊരു ജീവിതം, മാതൃകയുള്ളൊരു പിതാവായി, മാതൃകയുള്ളൊരു മാതാവായി, മാതൃകയുള്ളൊരു മനുഷ്യനായി, ഒരു യുവാവായി, യുവതിയായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ തകർത്ത് കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പലരുടെയും ചിന്ത എന്താണ്? മരിച്ചാൽ എല്ലാം അങ്ങ് തീരുമെന്നുള്ളതാണ്. ഇല്ലവരെ മരിച്ചാൽ ഒന്നും തീരുന്നില്ല. മരണം കൊണ്ട് മറ്റൊരു അവസ്ഥ തുടങ്ങുകയാണ്. മരണം കൊണ്ട് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അത് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് ദൈവകൃപയിൽ വളർന്ന് ക്രിസ്തുയേശുവിലൂടെ നിങ്ങൾ ജീവിച്ച് ക്രിസ്തുവിനെ നിങ്ങൾ സാക്ഷീകരിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സമയം വരെ നിർത്തി അവസാനം നിങ്ങളുടെ ആത്മാവിനെ ദൈവം എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മരണം ദൈവത്താൽ സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മരണാനന്തരവും നിത്യമായി സമാധാന ജീവിതം സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം നിത്യനരകത്തിലായിരിക്കും. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ഹാബേൽ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി. എന്നാൽ ഹാബേൽ രക്തസാക്ഷിയാണെങ്കിലും ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി വസിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ മറിച്ച് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കുലപാതകൻ എന്ന് പറയുന്നത് കായീൻ ഇന്നും നിത്യമായി നരകത്തിൽ വേദനയോടുകൂടി കഴിയുക. അതുകൊണ്ട് പറയും, മരണം നിങ്ങളുടെ ജീവിതത്തിൽ, ആത്മഹത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളതിന് വേണ്ടി തുനിയരുത്. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ്സിൽ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ ഈ പ്രളയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ മാരകമായ വ്യാധികൾ വന്ന് ഒരു ഉടയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാതെ നിങ്ങൾ ഒരുപക്ഷെ ജീവൻ ഒടുക്കി കളയാം. അതുകൊണ്ട് ശാശ്വതമായി പരിഹാരം ലഭിക്കുന്നില്ല. പ്രേക്ഷകരോട് ഹല്ലേലൂയ. സാമ്പത്തികമായി കടങ്ങൾ കയറി ജീവിതത്തിൽ ദാരിദ്ര്യം വന്ന് കുട്ടികളെ വളർത്തുവാൻ, കുട്ടികളെ സംരക്ഷിക്കുവാൻ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ നിരാശനായി ആത്മഹത്യ ചെയ്യുന്നു. അതും ജീവിതത്തിൻ്റെ ഒരു പരിഹാരമല്ല. പ്രേക്ഷകർ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. മരണം ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. കല്ലറയ്ക്കും കുഴിമാടത്തിനും അപ്പുറത്തൊരു ജീവിതം തുടരുകയാണ്. ഹല്ലേലൂയ. മരണം കൊണ്ട് സംഭവിക്കുന്നത് കല്ലറയ്ക്കും കുഴിമാടത്തിനും അപ്പുറത്തൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഭാവികാലം നിത്യതയിലേക്കുള്ള പ്രവേശന കവാടമാണ് മരണം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഭാവികാല സ്തോത്രം, ഹല്ലേലൂയ.
ആമേൻ, നിത്യതയിലേക്കുള്ള പ്രവേശന കവാടമാണ് മനുഷ്യൻ്റെ മരണം. അത് ദൈവത്താൽ സംഭവിക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകമൊക്കെ പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് സങ്കീർത്തനം വായിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ മരണം ദൈവത്തിന് വിലയേറിയതായി മാറണമെങ്കിൽ നിങ്ങൾ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കണം. ജീവിതത്തിലുണ്ടാകുന്ന യാതൊരു പ്രതിസന്ധികളുടെ നടുവിലും, ഹല്ലേലൂയ, ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങൾ സ്വയം നശിക്കുവാൻ ശ്രമിക്കരുത്. നിങ്ങൾ സ്വയം ഒടുക്കിക്കളയുവാൻ ഒരുങ്ങരുത്. അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തിനും, ഹല്ലേലൂയ, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഇന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ എങ്ങും ഓടിപ്പോകണ്ട. സ്തോത്രം. ഈ പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്ന നിങ്ങളുടെ ദേശത്ത് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലർ ഇരിക്കെ ചെന്നാൽ പോലും നിങ്ങൾക്കതിന് വേണ്ടുന്ന പരിഹാര നിർദ്ദേശങ്ങൾ നൽകി തരും. അപ്പോൾ എല്ലാത്തിനും മാർഗങ്ങളുണ്ടെന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ അതിലേക്ക് വരണം. മനുഷ്യൻ ചിന്തയിലേക്ക് വരണം. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, സ്തോത്രം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളൊരു ഭക്തനാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യഹോവയായ കർത്താവിൽ അഥവാ യേശു കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വെക്കുന്നെങ്കിൽ, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:14 രേഖപ്പെടുത്തി വെച്ചത്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുന്നതിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയണം. രക്തം ചെയ്യാൻ ഹല്ലേലൂയ. ഈ തിരുവെഴുത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും വായിച്ച് നമുക്ക് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അതികാലത്തെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, അതികാലത്തെ നിങ്ങൾ ഉണരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിൽ സകല മനുഷ്യൻ രക്ഷയ്ക്ക് കാരണമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അന്ന് നിങ്ങൾക്കുണ്ടാകുന്ന എത്ര വലിയ പ്രശ്നമായാലും, സ്തോത്രം, അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, എത്രയോ സഹോദരിമാർ സ്വന്തം കുഞ്ഞുങ്ങളെ 6 മാസവും 7 മാസവും 1 വയസ്സും 1.5 വയസ്സും ഒക്കെയായ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സ്വയം ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ആ കൊച്ചനുഭവിക്കുകയാണ്, ആ കുട്ടി അനുഭവിക്കുകയാണ്. ഒരു തള്ളയുടെ സ്നേഹം കിട്ടേണ്ട സ്ഥാനത്ത്, മാതൃസ്നേഹം കിട്ടിയ സ്ഥാനത്ത്, ആ കുട്ടിക്ക് പോലും ആ കുട്ടിയെ സ്നേഹിച്ച് വളർത്തിൻ്റെ സ്ഥാനത്ത്, ആ കുട്ടിയെ ലാളിച്ച് വളർത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുട്ടിയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഹല്ലേലൂയ. അതിന് ഈ ഭൂമിയിലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പ്രായമായില്ല. അതിനെ മുലയൂട്ടി വളർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതേപോലെ അങ്ങനെയുള്ള എത്രയോ കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭൂമിയിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഒരിക്കലൂടെ പറയട്ടെ, മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. അത് ഭാവികാലം നിത്യതയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. മരണത്തിന് ശേഷം മരണാനന്തരം 2 സ്ഥലത്തേക്കാണ് മനുഷ്യൻ പോകുന്നത്. ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തൻ, ഹല്ലേലൂയ, നിശ്ചയമായും ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവേശുവിൽ തന്നെ മറഞ്ഞിരിക്കുന്നു. അവൻ സ്വർഗീയ പാരദീസിലേക്ക് ചേർക്കപ്പെടുകയാണ്. എന്നാൽ ഈ ലോകത്തിന് സകല ദുഷ്ടതയിലും, ഈ ലോകത്തിന് സകല അധർമ്മത്തിലും, അധാർമികയിലും, അശുദ്ധിയിലും, ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കകത്തും ജീവിച്ച് മരിക്കുന്ന വ്യക്തിയുടെ ആത്മാവും നിത്യമായ നരകത്തിലേക്കുമാണ് പോകുന്നത്. അപ്പം മരണാന്തരം 2 സ്ഥലമാണ് മനുഷ്യർക്ക്. ഒന്ന് നിത്യമായി സ്വർഗത്തിലേക്ക്, മറ്റൊന്ന് നിത്യമായി നരകത്തിലേക്ക്. അതേപോലെ 2 സ്ഥലവും നിത്യതയാണ്. സ്വർഗവും നിത്യതയാണ്, നരകവും നിത്യതയാണ്. സ്വർഗത്തിൽ നിങ്ങൾ വസിക്കണമോ, അതോ നിത്യമായി നരകത്തിൽ സകല ദുഷ്ടന്മാരോടൊപ്പം നിങ്ങൾ വസിക്കണമോ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. മരണം എന്നാൽ വേർപാട് എന്നാണ് അതിന് പറയുന്നത്. സ്തോത്രം. 3 തലത്തിലുള്ള ഈ അവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് മരണം. ഒന്ന് ആത്മീയ മരണം, അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ഹല്ലേലൂയ. 2 ശാരീരിക മരണമാണ്, ശരീരവും ആത്മാവും തമ്മിലുള്ള വേർപിരിയലാണ്. 3ാമത്തേതെന്ന് പറയുന്നത് നിത്യമായ മരണമാണ്. ആത്മീയ മരണത്തിൻ്റെ അനന്തര ഫലമാണ് ഈ 2 മരണങ്ങളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മരണമില്ലാത്ത ഈ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തീരാ ദുഃഖം നൽകുന്ന മരണത്തെ എന്തുകൊണ്ടാണ് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് ദൈവവചനമാണ് വെളിപ്പെടുത്തുന്നത്. അത് മരണമില്ലാത്തവനായി സൃഷ്ടിച്ച മനുഷ്യൻ, ഹല്ലേലൂയ, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തീരാ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ശമ്പളമായി മാറി മരണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, മരണത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ കൊണ്ട് നിങ്ങൾ നിരാശയുടെ നടുവിലാണോ കടന്നു പോകുന്നെങ്കിൽ ആ മരണത്തെ അതിജീവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കാണ്, ഹല്ലേലൂയ, ഈ ലോകത്തിലെ സകല കഷ്ടപ്പാടുകളെയും സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുള്ളൂ. നാം നമ്മുടെ ഈ കേരളത്തിലെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഭാരതത്തിൽ ചിന്തിച്ച് നോക്കിക്കേ. ഈ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര പ്രദേശങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കി. ഒരു ദിവസം എത്രമാത്രം മരണമാണ് സംഭവിക്കുന്നത്, എത്രമാത്രം ആത്മഹത്യകളാണ് സംഭവിക്കുന്നത്, എത്രമാത്രം ദുർമരണങ്ങളാണ് സംഭവിക്കുന്നത്. പിശാച് എത്ര പേരുടെ ജീവനെയാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനാണെങ്കിൽ നിങ്ങൾക്ക് സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും. അല്ല നേരെ മറിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ, നിങ്ങൾക്ക് നൽകുന്ന നല്ല ഉപദേശങ്ങൾക്കകത്ത് നിങ്ങൾ കൈക്കൊള്ളാതെ, നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് സാത്താൻ്റെ ഇഷ്ടത്തിന്, സാത്താൻ്റെ പ്രേരണയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയരുത്. അല്ലേ? അപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന സകല ഭക്തന്മാർക്കും പ്രത്യാശയുണ്ട്. അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ല, കല്ലറയ്ക്കും കുഴിമാടത്തിനും ഒതുക്കി വെക്കുവാൻ കഴിയുന്നതല്ല ഭക്തൻ്റെ മരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഈ താണഭൂമിയിലേക്ക് വന്നവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. 3.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച്, 3.5 വർഷം 33 തിരുവയസ്സോടെ ജീവിച്ച് 3.5 വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷ സമയം 3.5 വർഷം ജനങ്ങളോടൊപ്പം നടന്ന് ജനങ്ങളോടൊപ്പം സഹകരിച്ച് ജനങ്ങളുടെ ശുശ്രൂഷ ചെയ്ത് ജനങ്ങളോടൊപ്പം ജീവിച്ച നമ്മുടെ യേശു 33 തിരുവയസ്സിൽ 3.5 വർഷം വരെ പരസ്യ ശുശ്രൂഷ സമയം. ഹല്ലേലൂയ. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധി ആളുകൾ അനുഭവിച്ചിട്ടും അന്നത്തെ ലോകം, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ്. യഹൂദന്മാരും റോമൻ പടയാളികളും അടക്കം യേശുവിനെ ക്രൂശിച്ച് യേശുക്രിസ്തുവിനെ ഒരു കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചു. ഹല്ലേലൂയ. അതേ കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചിട്ട് യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും ഒക്കെ ചിന്തിച്ചത്, റോമൻ സൈന്യമൊക്കെ ചിന്തിച്ചത്, ഇനി കല്ലറയ്ക്കകത്ത് ചിരിഞ്ഞ അസ്ഥികഷ്ണങ്ങൾ, ഒരു തലയൊട്ടി മാത്രം അവശേഷിക്കുമെന്ന് യേശുവിനെ കുറിച്ച് അവർ വിധി എഴുതിയപ്പോൾ അവരങ്ങനാണ് കണ്ടിരിക്കുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ യേശുവിനെ കുറിച്ച് അവരങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് അവർ കല്ലറയ്ക്ക് ഉറപ്പുവരുത്തി കാവൽക്കാരെ നിർത്തി. ഹല്ലേലൂയ. സ്തോത്രം. കാവൽക്കാരെ ശക്തമാക്കി. കാരണം യേശു ജീവനോടെ ഇരിക്കുമ്പം പറഞ്ഞത് കാര്യമുണ്ട്, ഈ മന്ദിരം പൊളിപ്പിൻ, അത് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ് അവരോർത്ത് കല്ലറയ്ക്ക് ഉറപ്പ് വരുത്തി. സംഭവിച്ചത് എന്താണ്? മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിക്കുമ്പോൾ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറയിൽ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ചു, മരിച്ചവരെ പോലെയായി. ഹല്ലേലൂയ. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വേഗം അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. ഹല്ലേലൂയ.
അതേപോലെ കല്ലറയ്ക്കും കുഴിമാടത്തിന് ഒടുക്കി വെക്കുവാൻ അല്ലെങ്കിൽ ഒതുക്കി വെക്കുവാൻ യേശുവിൻ്റെ ശരീരത്തെ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ശരീരം ഒരു കല്ലറയ്ക്കകത്ത് ഒതുങ്ങുവാൻ, ഒരു കല്ലറയ്ക്കകത്ത് ഒതുങ്ങുന്നവനല്ല യേശു. ഹല്ലേലൂയ. അതേ മൂന്നാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയയ്ക്കും ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ 500 പേർക്കും പ്രത്യക്ഷനായി 40 നാളോളം അവരോടൊപ്പം നിന്ന് സ്വർഗാരോപണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ വരിക്കുന്ന ഭക്തന് ഹല്ലേലൂയ മരണാനന്തരം ഒരു ഉയർപ്പുണ്ടെന്ന് ഇവിടെ വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തന് ഹല്ലേലൂയ നമുക്കൊരു ഉയർപ്പുണ്ട്. പ്രിയരെ, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഹല്ലേലൂയ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം എല്ലാം രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ഒടുക്കിക്കളയരുത്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. അപ്പം ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതിനെക്കുറിച്ചും വേദപുസ്തകം പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 21 തൊട്ട് 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ കണ്ട് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. മെഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവർക്ക് പഠിക്കാൻ കഴിയുന്ന സ്തോത്രം. ജലപ്രളയത്തിന് മുമ്പ് മരണം കാണാതെ എടുക്കപ്പെട്ട ഏക വ്യക്തി എന്ന് പറയുന്ന ഹാനോക്ക. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് മുമ്പ് മരണം കാണാതെ എടുക്കപ്പെട്ട ഏക വ്യക്തി ഹാനോക്കാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പിന്നെ ക്രിസ്തുവിൻ്റെ 2ാം വരവെങ്കിൽ മരണം കാണാതെ എടുക്കപ്പെടുന്ന വിശ്വാസികളുടെ പ്രതിപുരുഷനായിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഹാനോക്കിനെ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് പറഞ്ഞ കുടുംബജീവിതം നയിക്കുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഹാനോക്കിൻ്റെ ജീവിതം വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. അതേപോലെ കുടുംബജീവിതം നയിച്ചുകൊണ്ടും കുടുംബ ഉത്തരവാദിത്തമുള്ളപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്ത് നമുക്കിടെ ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക് ഇന്നത്തെ വിശ്വാസികൾക്ക് ഹല്ലേലൂയ സ്തോത്രം നിഴലായിട്ട് നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ച് പാപം മുഖാന്തരം മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം കടന്നു വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പ്രിയരെ സ്തോത്രം നമുക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നയിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാന്യമായി നയിച്ച് അത് ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പര്യവസാനം ദൈവം നൽകുന്നത് പോലെ നിങ്ങളത് അനുഭവിക്കാൻ തയ്യാറാകണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് അകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തന പുസ്തകക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനം 55-22 വായിക്കുന്നത്. 55-ാം അധ്യായം 22 വാക്യം എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. യഹോവ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നീതിമാൻ കുടുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാൾ സമ്മതിക്കുകയില്ല. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ഭൂമി നിങ്ങൾ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെ കടന്നു വരുമ്പോൾ, കുടുംബത്തെ കുറിച്ച് കടന്നു വരുമ്പോൾ, ജീവിത സാഹചര്യങ്ങളിൽ തളർച്ചയുടെ അനുഭവം വ്യത്യസ്ത തലങ്ങളിൽ വരുമ്പോൾ, ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോൾ, നിങ്ങൾ നടത്തുന്ന ഫാക്ടറികൾ പൊട്ടിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കൃഷിയിൽ നാശം വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാതെ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങൾ യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്നെങ്കിൽ, അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണമെന്നുള്ളതാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞ് യഹോവയെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ പരിണാമം പ്രാപിക്കുകയല്ലായിരുന്നു. പരിണാമവാദം നിരീശ്വരത്വമാണെന്ന് യേശു കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം പറയുന്നത്, യേശു ഈ ലോകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തെങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കിയെന്ന് മർക്കോസിന് സുവിശേഷം 10:6 രേഖപ്പെടുത്തുകയാണ്. അത് മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്.
മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. പരിണാമ സിദ്ധാന്തങ്ങളിലൂടെ ഒന്നും മനുഷ്യൻ രൂപമാറ്റം വന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സൃഷ്ടിയെങ്കിൽ തന്നെ ദൈവം എന്ത് ചെയ്തു? ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കിയെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സ്വരൂപത്തിലും ദൈവ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുന്നുണ്ട്. അതേപോലെ ആകയാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നിഷ്പാവസ്ഥയിലും ദൈവമായുള്ള കൂട്ടായ്മയിലും കഴിഞ്ഞു വന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അവർ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാതെ ആദമിനും ഹവ്വയ്ക്കും ലഭിച്ച സ്വാതന്ത്ര്യത്തെ അവർ ദുഷ്ടതയ്ക്ക് മറയാക്കി ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ, ഹല്ലേലൂയ, സാത്താൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് നഷ്ടമായത് ഹല്ലേലൂയ പാർദീസയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് നഷ്ടമായത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ദൈവത്തിൻ്റെ ശില്പശാലയിലെ ഏറ്റവും നല്ല മണിമകുടമായിരിക്കുന്ന ശില്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഹല്ലേലൂയ ശില്പങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം തകർത്ത് കളയരുത്. നമ്മുടെ ജീവിതത്തെ നാം ഉടച്ചു കളയരുത്, നശിപ്പിച്ച് കളയരുത്. അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഇന്ന് പകൽ ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, ജീവിത ദുഃഖങ്ങളേറി കടന്നു പോകുന്ന സഹോദര സഹോദരി, അതിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ മുമ്പോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പലവിധമായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങൾ അതിനെ ഓർത്ത് ഹൃദയം കലങ്ങിപ്പോകാതെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വേദപുസ്തകം പറയുകയാണ്. അതെ, നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയാലും, ജീവിത സാഹചര്യങ്ങൾ എത്ര കഷ്ടതയുടെ നടുവിൽ കടന്നുപോയാലും, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിത്തരാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് പ്രിയരെ, മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, ഭാവികാല നിത്യതയ്ക്കുള്ള പ്രവേശന കവാടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളതിനെ നശിപ്പിച്ച് കളയരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്തോത്രം. അതുകൊണ്ടൊന്നും നേടാനുമില്ല. സ്തോത്രം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ നിത്യ നരകമായിരിക്കുന്ന കായിനടക്കമുള്ള സകല ദുഷ്ടന്മാരും വസിക്കുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നിത്യ നരകത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിത്യകാലം മുഴുവൻ നിങ്ങളുടെ ആത്മാവ് യാതന അനുഭവിക്കുക, കഷ്ടം സഹിക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഉലകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. ഒരു മനുഷ്യനുമായുള്ള തത്വങ്ങൾ, ശാസ്ത്രങ്ങൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യൻ്റെ ചിന്തകൾക്കൊന്നും അതിനൊരു പരിഹാരമില്ലതാനും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കുടുംബം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് തന്ന അവസരം വിലപ്പെട്ടതാണ്. ഈ ഭൂമി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ മുഴുവൻ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിഷ്പാവാവസ്ഥയിൽ, ഹല്ലേലൂയ, ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള അനുസരണത്തിലുമാണ് ഹല്ലേലൂയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. നിഷ്പാവാവസ്ഥ, പാപമില്ലാത്ത അവസ്ഥയിൽ, ഹല്ലേലൂയ, ദൈവമായുള്ള കൂട്ടായ്മയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുസരണത്തിൽ. എന്നാൽ ആ അവസ്ഥയിലാണ് പിശാച് അവരെ ചതിച്ച്, ഹല്ലേലൂയ, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സംഭവിച്ച ഏദൻ തോട്ടത്തിന് പുറത്തു പോകേണ്ടി വന്നു. സമാധാനം നഷ്ടപ്പെട്ടു, ജീവിതം തകർന്നു, ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി, കഷ്ടതകൾ കടന്നു വരുവാൻ തുടങ്ങി. അതേപോലെ അതിനെ നിങ്ങൾ അതിജീവിക്കണം. അതിനെ അതിജീവിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ് മാർഗം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവപ്രസാദമല്ലാത്ത, ദൈവത്തിന് വിരോധമായിരിക്കുന്ന യാതൊന്നും നിങ്ങൾ ചെയ്യരുത്. എന്നുപറയാൻ വചനത്തിന് വിരോധമായി നിങ്ങളൊന്നും പ്രവർത്തിക്കരുത്. ദൈവത്തിന് വിരോധമായി നിങ്ങളൊന്നും പ്രവർത്തിച്ച് പാപം ചെയ്ത് ദൈവപ്രസാദമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ദുരുപയോഗപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി നിങ്ങൾ തന്നെ നാശത്തിലേക്ക് പോകരുത്.
ഫ്രേസ് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മാത്രമാണ് ഈ മണ്ണിലേക്ക് അല്ലെങ്കിൽ അഴുകിച്ചേരുന്നത്. നിങ്ങളുടെ ശരീരം മാത്രം ഇവിടെ പൊടിയായിട്ട് മാറും. നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും പൊടിയായി മാറുന്നില്ല, അഴുകിച്ചേരുന്നുമില്ല. നിങ്ങളുടെ ആത്മാവിന് സകലവും തിരിച്ചറിയാം. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിത്യമായ ആ ന്യായവിധിയിൽ നിങ്ങൾ ചെന്നിട്ട് വരാതെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നിന്ന് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് നിങ്ങൾ മരിക്കുന്നെങ്കിൽ, അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു വേദപുസ്തകം പഠിപ്പിക്കുന്ന പോലെ. പ്രിയരെ, സ്തോത്രം, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയ, ദൈവത്തോടുള്ള വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഹല്ലേലൂയ നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള വിശ്വസ്തതയിലും വിശുദ്ധിയിലും. അതെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗം എന്താണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അത് മരണം യാഥാർത്ഥ്യമാണ്. സകല മനുഷ്യർക്കും കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നവർക്കും മരണമുണ്ട്. സ്തോത്രം. അതിനെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തി കളയരുത്. മരണം കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനമല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ ഭാവികാല ജീവിതത്തിൻ്റെ ഭാവികാല നിത്യതയുടെ പ്രവേശന കവാടം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. മരണത്തോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അതിനുവേണ്ടി പ്രിയരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തെ പരിഹരിച്ച് നൽകാൻ യേശുവിന് കഴിയും. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടാവായിരിക്കുന്ന, ഈ മുഴു ലോകത്തെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പരിഹരിച്ച് നൽകാൻ കഴിയും. ഇന്ന് പകൽ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിന്റെ കണ്ണുനീർ കാണുന്നു. യേശു നിന്റെ സങ്കടം അറിയുന്നു. യേശു നിന്റെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തെ ഒരു കുഞ്ഞും നിന്നെ സ്നേഹിക്കുന്നില്ല. യേശു നിന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ഉലകത്തിൽ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല. നിന്റെ നീറുന്ന വേളയിൽ, നിന്റെ സങ്കടപ്പെടുന്ന അനുഭവത്തിൽ, ജീവിത ക്ലേശങ്ങളിൽ നീ രോഗിയായിട്ടിരിക്കുമ്പോൾ, മരണം നിന്റെ മുമ്പിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നത് യേശു മാത്രമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവ് പിതാവേ, എന്നെ കേൾക്കുന്ന യുവാവേ, നിന്നെ സ്നേഹിക്കുന്നത് യേശു മാത്രമാണ്. നിനക്ക് രോഗം വന്നു കഴിയുമ്പോൾ, മാറാ രോഗം വന്നു കഴിയുമ്പോൾ, ഒരുപക്ഷെ നിന്റെ ദേഹത്തെ വ്രണങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ, ജനം നിന്റെ അരികിൽ നിന്നോട് അടുക്കാൻ കഴിയും, അവർ നിന്നെ മട്ട് മാറിപ്പോകും. എന്നാൽ കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ കുഷ്ഠരോഗിയെ കണ്ടിട്ട് യേശു മാറിപ്പോകല്ലേ ചെയ്ത് അവനെ ചേർത്ത് പിടിച്ചവന് സൗഖ്യം കൊടുത്തവനാണ്. അത് നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ ഏത് പ്രശ്നത്തിനും, ഏത് മാരകമായ രോഗത്തിനും, ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ ദൈവത്തിനെ കേട്ട പ്രിയരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, നിൻ്റെ സ്നേഹം എനിക്ക് ആവശ്യമാണ്. നിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. നിൻ്റെ സമാധാനം എനിക്ക് ആവശ്യമാണ്. നിൻ്റെ സൗഖ്യം എനിക്ക് ആവശ്യമാണ്. ഞാൻ നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനെ രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. അവിടുത്തെ മകളായി എന്നെ സ്വീകരിക്കണം. അവിടുത്തെ മകനായി എന്നെ സ്വീകരിക്കണം. അങ്ങൻ്റെ രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലേക്കും വരണമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. അത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാ കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ, വാചനം കേട്ടുകൂടി സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വെച്ചതുകൊണ്ട് മരണം കർത്താവേ സകല മനുഷ്യർക്കുമുള്ളതാണ്. അതിനെ ഒഴിഞ്ഞു പോകുവാൻ ആർക്കും കഴിയുകയില്ല. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനമല്ല, ഭാവികാല നിത്യതയുടെ പ്രവേശന കവാടമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ആദത്തിനും ഹവ്വയ്ക്കും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാതെ സ്വയം മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആത്മഹത്യകൾ, ദുർമരണങ്ങൾ സംഭവിച്ച് മനുഷ്യൻ സ്വയം ജീവനെ ഒടുക്കിക്കളയുമ്പോൾ അതിൻ്റെ പരിണതം നിത്യ നരകമാണ്, നിത്യവേദനയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് ഈ സകല ജനവും കടന്നു വരട്ടെ. എന്താ ഹൃദയ ദുർക്കത്തോടു കൂടി ആയിരിക്കും
ഇരിക്കുന്ന എല്ലാവർക്കും ദൈവമേ സൗഖ്യം, സമാധാനം, ആശ്വാസം കൊടുക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ദുരാത്മാക്കളാൽ അശുദ്ധാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കണം വിടുവിക്കപ്പെടട്ടെ. മാനസികരോഗി സൗഖ്യം പ്രാപിക്കട്ടെ. ആമേ ബിസിനസ്സിൽ തകർന്നവർ, ഹല്ലേലൂയ. ആമേ കൃഷിയിൽ നാശം സംഭവിച്ചവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ. കടക്കണിയാൽ ഭാരപ്പെടുന്ന സകലർക്കും ദൈവമേ ഒരാശ്വാസം കൊടുക്കണം. കുടുംബജീവിതം ഛിന്നഭിന്നമായി പോയവർ അവരെ ദൈവം ആശ്വസിപ്പിക്കണമേ. ആമേ വിവിധ രോഗങ്ങളും മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കഠിനമായ വേദനയുടെ അനുഭവത്തിലും ഒറ്റപ്പെട്ട അനുഭവം, നിന്ദയുടെ അനുഭവത്തെ കടന്നു പോകുന്ന സകലരുടെയും ഹൃദയത്തിൽ യേശുവിയുടെ സ്നേഹം കൊണ്ട് പകരുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതുപോലെ കർത്താവി വാദം കേട്ട് സകലരും യേശുവിൽ സമർപ്പിക്കുകയാണ്. മരണത്തെ കർത്താവി അഭിമുഖീകരിക്കുന്നവർ തങ്ങളുടെ ജീവനെ ഒടുക്കിക്കളയാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സകല ജനത്തെ ഒരുക്കണമേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. 800 കോടിയിലേക്ക് വരുന്ന ജനത്തിനായി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, എണ്ണത്തിൽപ്പെടാത്ത ജനത്തിനായി, ലോകരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജാക്കന്മാരും രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ ഭരിക്കുന്നവർ, ദ്വീപുകളെ ഭരിക്കുന്നവരെയും ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിദേശത്തുള്ള സകല ജനത്തെ, ബിസിനസ് ചെയ്യുന്നവർ, ആമികത്താൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, വിദേശത്ത് താമസം ഉറപ്പിച്ച് എല്ലാവരെയും ഓർക്കുന്നു. ജാതി മത വർണ്ണ വ്യത്യാസം എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ത്യയിലെ 138 കോടി ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണത്തിൽപ്പെടാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്ര പ്രദേശങ്ങൾ ഓർക്കുന്നു. കേരളത്തിലെ 3.5 കോടി ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA-മാർ, MP-മാർ, ഗവർണർ, കളക്ടർമാർ, കളക്ടർമാർ ഓർത്ത് പ്രാർത്ഥിക്കണം. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അധികാരികളെ ഞങ്ങൾ വില്ലേജ് കർത്താവ് ഏൽപ്പിക്കും. താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണാധികാരികളെ കർത്താവ്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ജുഡീഷ്യറിക്കായി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ജോലി സകലരെയും, എല്ലാ പൊതുമേഖലയും സഹകരണത്തിലായിരിക്കുന്നവരെയും, കാർഷിക മേഖലയിൽ കർത്താവ് സ്തോത്രം, വലിയ ബാങ്കിന്റെ വിദ്യാഭ്യാസ മേഖല, ആമി കർത്താവ് മത, സാമൂഹിക, സാംസ്കാരിക സംഘടന മേഖലയിലായിരിക്കുന്നവർ, എല്ലാ ചരിത്ര മേഖലയിലായിരിക്കുന്നവരെയും, എല്ലാ പത്രമാധ്യമങ്ങളിൽ, എല്ലാ സോഷ്യൽ മീഡിയ പ്രവർത്തകരെയും, ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ, എല്ലാ സന്നദ്ധ സംഘങ്ങൾ ചെയ്യാമേ വർക്ക് ചെയ്യുന്നവരെയും, ആമി കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമി കർഷക വർക്ക് ചെയ്യുന്നവർക്കായി, ട്രേഡ് വർക്ക് ചെയ്യുന്നവർക്കായി, ആമി കർത്താവ് പുതുമേഖലയിൽ സഹകരണയിൽ ആയിരിക്കുന്ന സകലരെയും ആമി ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. സകല മനുഷ്യൻ ദൈവം അനുഗ്രഹിക്കണമേ. കാരണം ഇതിൻ്റെ നടുവിൽ കടന്നു പോകുന്ന സകല ജനത്തിനും ആശ്വാസത്തിൻ്റെ സമയമായി, സന്തോഷത്തിൻ്റെ സമയമായി ജീവിത കർത്താവിൽ നിന്ന് സമർപ്പിച്ച് ആമീൻ ജയകരമായ ജീവിതം നയിപ്പാട്ടയാകണം. പിശാച് പലരുടെയും ജീവനെ അപഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പലരുടെയും ജീവനെ വില പറയുമ്പോൾ, പിശാചിൻ്റെ ആലോചനയിൽ ആരും കുടുങ്ങി പോകാതെ ആമീൻ തൻ്റെ ഭക്തനെ പറഞ്ഞ യഹോവയ്ക്ക് വിലയേറിയ ദൈവത്തിൽ വായിക്കുന്ന പോലെ ദൈവമേ അങ്ങ് കൊടുത്തിരിക്കുന്ന ആത്മാവ്, അങ്ങയുടെ അങ്ങ് കൊടുത്ത ജീവിതം, അങ്ങയുടെ ഇഷ്ടം വരെ ജീവിച്ച് ഈ മനുഷ്യൻ ഭൂമിയിൽ കർത്താവ് സകല മനുഷ്യരും ആമീൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല വീട് ജീവിതത്തിൽ സമാധാന, സന്തോഷ, സ്വസ്ഥതയും പകരണം. സകല കുടുംബ ദൈവ സാന്നിധ്യം പകരുവട്ടേക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.